എൻ്റെ പേര് പ്രിയ തോമസ്. ഞാൻ അയർലൻഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് മാതാവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ആദ്യം തന്നെ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ എനിക്ക് കയറി വന്ന് പറയാൻ സാധിച്ചത്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞത് OET പാസ്സായതിനെ പറ്റിയായിരുന്നു. OET പാസ്സായാൽ തന്നെയും നമുക്ക് അയർലൻഡിൽ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകണം. എന്നെ സംബന്ധിച്ച് ഞാനൊരു 10 ഇയർ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. സോ പഠനം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാക്കിയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എന്നെക്കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഞാൻ മനസ്സിൽ കരുതി. അമ്മയെ മുറുകെ പിടിച്ചു, ഞാൻ പഠിക്കാൻ തുടങ്ങി. അമ്മ നല്ല ധൈര്യം തന്നു എനിക്ക്. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രാക്ടിക്കൽ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർത്ത് ഞാൻ ഫെയിലാകും, ഇതെന്തിന് ഞാൻ ഇതിന് അപ്പിയർ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ വരെ ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ ഞാൻ ചിന്തിച്ചു, അമ്മ എന്നെ OET പാസ്സാക്കിയെങ്കിൽ പിന്നെ എനിക്ക് എന്നെ ഏതായാലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പാസ്സാക്കും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഏതായാലും ജയിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമേ ഞാൻ ജയിക്കുകയുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടിക്കൽ ടെസ്റ്റിന് ഞങ്ങൾക്ക് 14 സ്റ്റേഷൻ നമ്മൾ അപ്പിയർ ചെയ്യണം. അതിൽ ഫസ്റ്റ് സ്റ്റേഷൻ കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് നെർവസായി, ടെൻഷനായി, ഒരു രക്ഷയില്ല. ഇപ്പം ഞാൻ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 തുള്ളി എടുത്ത് നാവിൽ വെച്ചു, ധൈര്യമായിട്ട് കയറി ഫസ്റ്റ് ഒരു കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റി. പുറത്തിറങ്ങിക്കഴിഞ്ഞു, പിന്നെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ധൈര്യമാണ്. ഫസ്റ്റ് സ്റ്റേഷൻ ഓക്കെ ആയി, ഇനിയിപ്പോൾ അങ്ങോട്ട് കീച്ചു എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി. ഒരു കുഴപ്പമില്ല. ഓരോ സ്റ്റേഷനിലും എനിക്ക് ഭയങ്കര കൂളായിരുന്നു. ഇൻ്റർലോക്യൂട്ടറൊക്കെ ഭയങ്കര കൈൻഡായിട്ട് ബിഹേവ് ചെയ്തത്. എൻ്റെ പുറകെ ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ പുറകെ വന്നവരൊക്കെ പറഞ്ഞു, എൻ്റെ ദൈവം എന്ത് റൂഡായിട്ടാണ് സ്ത്രീ എന്നോട് പെരുമാറിയെന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എന്നോടൊക്കെ ഭയങ്കര കൂളായിരുന്നല്ലോ, ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കുന്നവണക്കാണല്ലോ എന്നോടൊക്കെ സംസാരിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു, മാതാവിനെ കൊണ്ടാണ് ഞാൻ പോയത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഈസി ആയി തന്നെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ എക്സാം എനിക്ക് നന്നായി അപ്പിയർ ചെയ്തു, ഞാൻ പാസ്സായി. പിന്നെ അടുത്ത കടമ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് കിട്ടുക എന്നുള്ളതാണ്. ഇൻ്റർവ്യൂവിൽ പാസ്സാകണം. അങ്ങനെ 2-3 ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, പക്ഷേ ഒന്നും സെറ്റായില്ല. അത് കഴിഞ്ഞ് ജൂൺ 20 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഈ ദിവസങ്ങളിൽ എനിക്ക് ഗിഫ്റ്റായിട്ട്, എല്ലാവരും സാക്ഷ്യത്തിൽ പറയുന്ന കേൾക്കാം, ഗിഫ്റ്റ് തരണേ മാതാവേ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ജോബ് ഗിഫ്റ്റായിട്ട് തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 20th എനിക്ക് ഓൾറെഡി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാനോർത്ത് ഇതായിരിക്കും മാതാവ് എനിക്ക് തരാൻ പോകുന്നേ എന്ന് ഞാൻ മനസ്സ് വിചാരിച്ചു. പക്ഷേ അന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. 20th അറ്റൻഡ് ചെയ്തതിന് ഫെയിലായി. അത് കഴിഞ്ഞ് 20th ഇൻ്റർവ്യൂ കോൾ വന്ന ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റി. മാതാവിൻ്റെ തൈലം ഞാൻ നാവിൽ തട്ടി, ഉപ്പ് കൈ കരുതി, നല്ല രീതിയിൽ എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റി. അവരും ഭയങ്കര സോഷ്യലായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായില്ല. നല്ല രീതിയിൽ എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്കൊരു ജോലി സെറ്റായി, കുഴപ്പമില്ലാതായി. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം സെറ്റായി, എവറിത്തിങ് ഫൈൻ. ഇനിയിപ്പം കുറച്ച് ദിവസം ഞങ്ങൾക്ക് ഒരു 2 മാസത്തോളം നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, പേപ്പർ വർക്കൊക്കെ ചെയ്യാനായിട്ട്. പയ്യെ എല്ലാം സെറ്റായ സ്ഥിതിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ ചെയ്യും. പക്ഷേ ടൈം അങ്ങ് ഇതായിപ്പോയി. 5:30 എന്നുള്ളത് ചിലപ്പോൾ 6 ആയി, 7 ആയി, അങ്ങനെയൊക്കെ അങ്ങ് ചെറിയ ലാഗിങ് അങ്ങ് വന്നു. അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് വരുന്നൊരു ഇഷ്യൂ വന്നായിരുന്നു. വർക്ക് പെർമിറ്റിന് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെയാണ് അപ്ലൈ ചെയ്തത്. ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തത്. പക്ഷേ അത് അപ്രൂവ് ആയി വന്നത് അവൾക്ക് ആദ്യമേ വന്നു, എൻ്റെ വന്നില്ല. അതെനിക്ക് മനസ്സിലായി, അമ്മ എന്നെ പിടിച്ചതാണ്. ഒരു ലേസിനെസ് കാണിച്ചപ്പം അമ്മ എനിക്കൊരു ചെറിയൊരു പണിഷ്മെൻ്റായിട്ട് തന്നാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അമ്മയോട് ഒത്തിരി സോറി പറഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു. പിന്നെ 2-3 ദിവസത്തിന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. 3-ാം ദിവസം എനിക്ക് വർക്ക് പെർമിറ്റ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. 5:30 എന്നൊരു സമയമുണ്ട്, എഴുന്നേറ്റിരിക്കും. ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ അതുകൂടാതെ അച്ഛൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ചത്തെ ഒരു ടോക്കിൽ അച്ഛൻ പറഞ്ഞു, കുറേ മടിച്ചുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ 5:30 കഴിഞ്ഞ് 5:00 6 എപ്പോഴേലുമൊക്കെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലാം എന്നുള്ളൊരു, അങ്ങനെയൊന്നും പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞൊരു ടോക്ക് ഉണ്ടായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി, അത് എനിക്കിട്ട് തന്നെയാണ് ഉള്ളതാണെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ പിന്നെ ഞാൻ പ്രാർത്ഥനയൊന്നും കറക്റ്റ് സമയത്ത് ഞാൻ പ്രാർത്ഥനയിലും
ബൈബിള് വായിക്കും, ഉടമ്പടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ അയർലൻഡ് ജോബും കിട്ടി സെറ്റായി. അപ്പം നമ്മൾ വേറൊരു റെൻറ്റ് ഹോമിൽ പോകണം. നമുക്ക് താമസിക്കാൻ ഒരു ഇന്ത്യൻ ഫാമിലിയുടെ കൂടെയാണ് കിട്ടിയത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അടുത്ത് ഒരു പള്ളി, എനിക്കെന്നും പള്ളിയിൽ പോകണമെന്നൊരു ഭയങ്കര ഇതുള്ള കൂട്ടത്തിലാണ്. ഞാൻ അവധിയുള്ള ദിവസം എല്ലാം ഞാൻ പള്ളിയിൽ പോകും. എനിക്ക് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭൂതിയാണ്. പരിശുദ്ധ കുർബാന എനിക്ക് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു വിഷമമാണ്. എന്തോ ഒന്ന് പോയി, എന്തോ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്നിടത്തും പള്ളി അടുത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ രണ്ടാമതും റെൻറ്റ് ഹോമിൽ പോയപ്പോഴും അവിടെ തൊട്ടടുത്ത് നടക്കാനുള്ള വാക്കബിൾ ഡിസ്റ്റൻസിലാണ് പള്ളി. അതുകൊണ്ട് എന്നും പള്ളിയിൽ പോകും. ഈവൻ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോകും. ഇരുന്ന് ഉറങ്ങും ചില സമയത്ത്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് പോയില്ലേ പ്രശ്നം. എന്തോ ഭയങ്കര ഒരു വിഷമമാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു അനുഭൂതിയാണ് എന്നെ സംബന്ധിച്ച്. അങ്ങനെ ജോലി അവിടെ നിന്ന് ചെയ്തു. അങ്ങനെ അങ്ങ് പോയി, ഡ്യൂട്ടിയൊക്കെ ആയി, സെറ്റായി. അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ട്രബിളിൽ ചെന്ന് പെട്ടത്, ഫാമിലി വിസയ്ക്ക് വെച്ചു, ഫാമിലിയെ കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ ഫാമിലി വിസയ്ക്ക് വെച്ചാൽ നമുക്കവിടെ ഒരു സ്വന്തമായിട്ടൊരു അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള റൂം എടുക്കണം നമ്മൾ റെൻ്റായിട്ട്. ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് 1 റൂമേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് സിംഗിളായിട്ട് താമസിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഫാമിലി ആയിട്ടാകുമ്പോൾ നമുക്ക് 2-3 റൂമൊക്കെ വേണം. അങ്ങനെ ഞാൻ ഒരു ലാൻഡ് ലോഡിനെ അപ്രോച്ച് ചെയ്തു. അവരെനിക്ക് എല്ലാം സെറ്റാക്കി തന്നു. അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള റൂം. കുറച്ച് ദൂരമുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്ന്. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ബസ്സിൻ്റെ ഫെസിലിറ്റി ഇല്ല, നമ്മൾ തന്നെ കാർ ഓടിച്ച് പോകണം. എന്നെ സംബന്ധിച്ച് എനിക്ക് ലേണേഴ്സ് ലൈസൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു വിഷമമായിട്ട് എനിക്ക് തോന്നി. എന്നിരുന്നാലും ഫാമിലിയെ കൊണ്ടുവരണമല്ലോ, ഇനി വീട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവല്ലോ എന്ന് ഞാൻ ചാടി അവർ പറഞ്ഞ പൈസയ്ക്ക് ഞാൻ റൂം ബുക്ക് ചെയ്തു, ഹോം ബുക്ക് ചെയ്തു. അങ്ങനെ എല്ലാം ചെയ്തു, എഗ്രിമെൻ്റ് എല്ലാം ചെയ്തു, സൈൻ ഇട്ട് കൊടുത്തു, എവറിത്തിങ് ഫൈൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കാൻ പറ്റി. അവർ ഐറിഷ് ആണ്. അവൻ പറഞ്ഞു, ഞാൻ എടുത്ത റൂം റെൻറ്റ് ഹോം ഭയങ്കര, അതിൻ്റെ നിയർ നെയ്ബേഴ്സൊക്കെ ഭയങ്കര ബാഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡ്രഗ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ ഏരിയ അല്ല. അതുകൊണ്ട് നീ എന്നാന്ന് നിൻ്റെ ഇഷ്ടം. അപ്പം ഞാൻ ആകപ്പാടെ നെർവസായി. എന്ത് ചെയ്യും, ഞാൻ തന്നെയുള്ളൂ, ഫാമിലി ഇല്ല, എന്നെക്കൊണ്ട് തന്നെ അത്ര വലിയ കഴിവുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ. അപ്പോൾ ആ ഐറിഷ് ചെറുക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറയണ ഒരു ഇതുണ്ടല്ലോ, മാളത്തിലാണ് പോയി കൈവച്ച് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കൊരിക്കലും ഒരു സിംഗിൾ പൈസ പോലും നിനക്ക് കിട്ടില്ല. ഞാൻ ഓൾറെഡി 1 മന്ത് സാലറി, 1 മന്ത് റെൻറ്റ് കൊടുത്തു, പിന്നെ ഡെപ്പോസിറ്റും കൊടുത്തു. അങ്ങനെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവിടെ ചെന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീ പൈസ വിട്ടേക്ക് കേട്ടോ, നിനക്ക് പോയി നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി, പൈസ വിട്ടേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും ഒന്ന് പോയി ചോദിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു, നിനക്ക് അയാളേടി അത്രയ്ക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൾ ഇച്ചിരി ഹാർഡ് പേഴ്സണാണ്, അത്രയ്ക്കൊന്നും നിൻ്റെ കൺവിൻസിൽ അവൾ വീഴില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ സംസാരിച്ച് നോക്കട്ടെ, പറ്റുമെന്ന് നോക്കാമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തു, ഞങ്ങൾക്ക് ആലപ്പുഴ ഒരു മാതാവുണ്ട്, ആ മാതാവ് എൻ്റെ കാര്യം നോക്കിക്കോളൂ, ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ മാതാവ് ബാക്കി കാര്യം നോക്കിക്കോളൂ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു അവനോട്. എന്നിട്ട് ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രേയർ ഇട്ടു. എന്നിട്ട് അവരുമായിട്ടൊരു മീറ്റിങ്ങിന് ഒരു മെയിൽ വിട്ടു. അവർ എഗ്രി ചെയ്തു, അവരെ കണ്ടു, സംസാരിച്ചു. അവരൊരു വേർഡ് പോലും എൻ്റെ അടുത്തൊരു ബാഡ് വേർഡായിട്ട് ഒരു വേർഡ് പോലും പറഞ്ഞില്ല. നിനക്ക് റീഫണ്ട് വേണോ? ഓക്കെ ഫൈൻ, യു ക്യാൻ. പൈസ എടുത്തുണ്ട് എൻ്റെ അടുത്തെടുത്ത് കയ്യിലെടുത്ത് തന്നു പൈസ. അപ്പോൾ ഭയങ്കര സർപ്രൈസ്. അവിടെ ഉണ്ടായിരുന്ന ഐറിഷ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ മൊത്തം ഐറിഷ് നേഴ്സസാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യൻസ് ഇല്ല അങ്ങനെ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒരു ഇന്ത്യൻ ലേഡി പോയി അവരോട് സംസാരിച്ച് അവിടെ നിന്ന് റീഫണ്ട് മേടിച്ചതിൻ്റെ ഇതോർത്ത്. അങ്ങനെ മാതാവിനെ ഒത്തിരി 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 ഓരോ സിംഗിൾ മൊമെൻറ്റിലും മാതാവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഈ നിമിഷം വരെ ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഏരിയയിലാണ്. അത്യാവശ്യം നമുക്ക് നല്ല പേഷ്യൻസ് വേണം. നമ്മൾ പിള്ളേരെ എങ്ങനെ നോക്കുന്നു ആ രീതി വേണം നമ്മൾ നോക്കാൻ. എന്നെ സംബന്ധിച്ച് നല്ലൊരു ഹൈ ട്രംപർ ടീമാണ്. 1-2 അടിക്കുന്ന ആ ഒരു ടൈം ഇതായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് അങ്ങനെയില്ല, എല്ലാവരും ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്. അപ്പോൾ എല്ലാവരും പറയും,
വന്നല്ലോ, മാലാഖ വന്നല്ലോ എന്നിങ്ങനെയാണ് എന്നെ എല്ലാവരും കളിയാക്കുന്നതല്ല, അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രസൻസ്, ഒരു കഴിവ് കിട്ടി ഞാൻ ഈ ഉടമ്പടി എടുത്തേ. പിന്നെ നാട്ടിൽ പൈസ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എൻ്റെ പ്രൊഫഷനെ സംബന്ധിച്ച് എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ. നാട്ടിലോട്ട് പൈസ അയക്കും, ഇപ്പം നാട്ടിലുള്ളവർ അവർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കും, അങ്ങനെയാണ്. പിന്നെ ബൈബിൾ വായന വളരെ ഇമ്പ്രൂവ് ആയി. ഞാൻ നോർമലി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഒരു നേർച്ച എന്നുള്ള രീതിയിലായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം വളരെ കറക്റ്റായിട്ട് ഒരു അരമണിക്കൂറല്ല അതിൽ കൂടുതലും സമയം കിട്ടുന്ന കണക്ക് വായിച്ചു വിടും. നമുക്കൊരു അനുഭൂതി അത് വായിക്കുമ്പം നന്നായിട്ട് മനസ്സിലാക്കും. 1-2 വശമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി നേരത്തെ വായിച്ചതിലും കൂടുതലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എനിക്ക്. സഭാന്നുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ നന്നായിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണ 1 പറഞ്ഞാൽ 2 പറയാമെന്നുള്ളതാണ്. അതിലൊത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഏരിയ അങ്ങനെയാണ്. നമ്മളെ നന്നായിട്ട് പേഷ്യൻസ് പഠിപ്പിക്കും. നമുക്ക് നല്ല രീതിയിൽ ഏതായാലും വേണം, അവിടെ നല്ല ക്ഷമ വേണം നമുക്ക് വർക്ക് ചെയ്യാൻ. നമ്മളൊരു കൊച്ചിനെ എങ്ങനെ നോക്കുന്നു അതുപോലെ വേണം നമ്മൾ നോക്കാനായിട്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. 1000 നന്ദി മാതാവിന്. തോബിത്ത് 4:19. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിൻ്റെ പാതകൾ നേരെയാകുവാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു. അതിനാൽ മകനെ, എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക, അവ നിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുവാൻ അനുവദിക്കരുത്. പ്രിയ തോമസ് എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേട്ടത്. മകൾ പറഞ്ഞ 2 പ്രധാന ജീവിതാനുഭവങ്ങൾ, അമ്മയുടെ ഇടപെടലുകൾ. ഒന്ന്, അയർലൻഡിലുണ്ടായിരുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ മകൾക്ക് വിജയം ലഭിച്ചത്. 2, ഒരു ഭവനം വാടകയ്ക്കെടുക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ച് പണം കൈമാറിയിട്ട് അതിത്തിരി സാഹചര്യങ്ങൾ ശരിയല്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും അപ്രോച്ച് ചെയ്തപ്പോൾ മറ്റ് ക്ലേശങ്ങളില്ലാതെ എല്ലാവരും ഒത്തിരി ഭയപ്പെടുത്തിയെങ്കിലും ഒരു പ്രയാസവുമില്ലാതെ പണം തിരികെ കിട്ടുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അമ്മ മാതാവ് കൊണ്ടെത്തിച്ചതുമാണ്. ആദ്യത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ സഹോദരി പറയുന്നുണ്ട്, അതെല്ലാവരും അകത്ത് കയറിയിട്ട് ഒരു ഭീകരജീവിയെ കണ്ടതുപോലെ ആ ടെസ്റ്റിലുണ്ടായിരുന്ന ഇൻവിജിലേറ്ററിൻ്റെ സംസാരങ്ങളും രീതികളുമൊക്കെ ഇഷ്ടപ്പെടാതെ പുറത്തേക്ക് വന്നു. എന്നാൽ മകളകത്ത് കയറിയപ്പോൾ യാതൊരു ക്ലേശവുമില്ലാതെ ശാന്തതയോടെ സംസാരിച്ച് സ്നേഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്ത് ആ പരീക്ഷയ്ക്ക് വിജയം നൽകിയതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. അത് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളോടൊപ്പം ഒരു അമ്മ മാതാവും ഈശോയും കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത് ഏത് പ്രതികൂലമായ സാഹചര്യത്തിൽ ചെന്ന് കയറിയാലും അവിടെയുള്ള മനസ്സുകളെ മാറ്റുവാൻ, സാഹചര്യങ്ങൾക്കൊരു പരിവർത്തനം വരുത്തുവാൻ, കാര്യങ്ങളുടെ ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ ആയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിൽ ഓരോന്നും ക്രമീകരിക്കുന്നുവെന്നതാണ് ആ സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് വരെ പോയയാൾ കണ്ട ആളല്ല അവിടെ ഇരിക്കുന്നത്, സംസാരിച്ച രീതിയിലല്ല എന്നോട് സംസാരിക്കുന്നത്. ആ മുഖത്തെ കാർക്കശ്യവും മറ്റ് പെരുമാറ്റങ്ങളുമൊക്കെ ഈ വ്യക്തി കയറി ചെല്ലുമ്പോൾ പാടെ മാറിക്കൊണ്ട് ഒരു ഏഞ്ചലിക് കോൺവെർസേഷനിലൂടെ കാര്യങ്ങൾ മാറുകയാണ്. അത് ഉടമ്പടി നമുക്ക് നൽകുന്ന ഒരു കവറിംഗ് ആണ്, സംരക്ഷണമാണ്. അത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. പിന്നെ 1-2 കാര്യങ്ങൾ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന് സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ മതിയോ? ഇത് ഉടമ്പടി കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണം സമയവുമായി ബന്ധപ്പെട്ടതാണ്. 2:30 അമ്മ സന്ദേശം കൈമാറുന്നത്. ഹൃദയഘടികാരത്തിൽ 10ലേക്കും 8ലേക്കും നിൽക്കുന്ന സൂചികൾ കാണിച്ചുകൊണ്ടാണ് സന്ദേശം നൽകുന്നത്. സമയം കുറവാണ് എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിന് ഓടിത്തിരിവാനുള്ള സമയം കുറവാണ്. ഈ ചുരുക്ക സമയത്തിനുള്ളിൽ എനിക്കൊത്തിരി കാര്യങ്ങൾ ലോകത്തിന് കൈമാറാനുണ്ട്, ലോകത്തെ നവീകരിക്കുവാനുണ്ട്, ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാനുണ്ട്. ഈ അനേകം ആത്മാക്കളെ നേടുന്ന സന്ദേശമാണ് അമ്മ മാതാവ് 2:30 ഈ ആലയത്തിൽ 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ട് കൈമാറുന്നത്. ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരാ,
പ്രാർത്ഥിക്കുന്നതിന് ഏതാണോ നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന സമയം, ആ സമയത്തെ നമുക്ക് ആദരിക്കുവാനായിട്ട് ഉത്തരവാദിത്തമുണ്ട്. അതിൽ വന്ന വീഴ്ചകൾ തൻ്റെ അനുഗ്രഹങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്ന് സഹോദരി സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. മറ്റൊന്ന്, മാതാവ് ശിക്ഷിക്കുമോ? ശിക്ഷിച്ചുവെന്നൊരു വാചകം പറയുന്നത് കേട്ടു. ശിക്ഷയായിട്ടാണോ അതിനെ കാണേണ്ടത്? അതിന് മറ്റൊരർത്ഥമല്ലേ ഉള്ളത്. നമ്മൾ ഉടമ്പടി ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. ഉടമ്പടിയിലുള്ള എല്ലാവർക്കും അറിയാം, പരസ്പര വിശ്വസ്തതയുടെ കൊടുക്കൽ വാങ്ങലാണിത്. ഞാൻ എൻ്റെ ജീവിതത്തെ കൊടുക്കുന്നു, ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നു, സമ്പന്നമാക്കുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മളൊരു ലോൺ എടുത്ത് തിരികെ അടയ്ക്കാതിരുന്നാൽ പിഴ വരുമല്ലോ, പെനാൽറ്റി വരില്ലേ? അങ്ങനെ കണ്ടാൽ മതി. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ എൻ്റെ തന്നെ അലസത കൊണ്ട് ചില കാര്യങ്ങൾ വീഴ്ചകൾ വന്നാൽ ചില പെനാൽറ്റികൾ നിർബന്ധമായും ചോദിക്കും. അത് ചിലപ്പോൾ പിഴയായും കൂട്ടുപലിശയായും ഒക്കെ അടയ്ക്കേണ്ടി വരും. അടച്ചു തീരുമ്പോൾ ട്രാക്ക് ക്ലിയർ ആകും. അതാണ് സൂചിപ്പിച്ചത്. ഞാനത് എൻ്റെ ജീവിതത്തിൽ വന്ന ചില അലസതകൾക്ക് എനിക്ക് ശിക്ഷിച്ചതായി തോന്നുന്നു. ശിക്ഷയായിട്ടല്ലത്. നീ ചെയ്ത ബൈലാറ്ററൽ എഗ്രിമെൻറ്റിൽ നിന്ന് എന്തുകൊണ്ട് ഞാൻ നിന്നെ നിരന്തരം ബ്ലസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നീ പുറകോട്ട് പോകുന്നു? ഞാൻ നിനക്ക് നിരന്തരം ഉടമ്പടിയുടെ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് നിന്നെ കൈവെള്ളയിൽ സൂക്ഷിച്ചിട്ട് നീ എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? അത് നിശ്ചയമായും ഈശോയ്ക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ആ ചോദ്യത്തിന് നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിലുള്ളവർ മറുപടി കൊടുക്കേണ്ടവരുമാണ്. മറ്റൊന്ന്, പള്ളിയിൽ പോയിരുന്ന് ഉറങ്ങുന്ന കാര്യം പറഞ്ഞു. അത് ഉറങ്ങാൻ വേണ്ടി പള്ളിയിൽ പോകേണ്ട കാര്യമില്ല. അത് ദിവ്യകാരുണ്യ ആരാധനയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ പോയി ഇരിക്കുന്നതാണ് സൂചിപ്പിച്ചത്. അവിടെ പോയി ഉറങ്ങിയാലും വലിയ രീതിയിൽ കുഴപ്പം തോന്നിയില്ലെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ലവ് മെഷർ ചെയ്യേണ്ട ഒരവസ്ഥയാണത്. നമുക്ക് നമ്മുടെ ഈശോയോടുള്ള ആ സ്നേഹത്തെ മെഷർ ചെയ്യേണ്ട ഒരവസ്ഥയാണ്. എനിക്ക് വളരെ അഗാധമായ പ്രണയമുള്ള ഒരാളോട് ആളുടെ അടുത്ത് പോയിരുന്നിട്ട് നാം ഉറക്കം തൂങ്ങുമോ? അതോ വൈകാരികമായ തീഷ്ണതയോടു കൂടി സ്നേഹിക്കുകയും സംസാരിക്കുകയും ചെയ്യുമോ? അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഈ ഒരു ലവ് കണ്ടൻറ്റ് കുറയുന്നുവെങ്കിൽ അതൊന്ന് ഓർക്കണം. എന്നിട്ട് ആരുടെ അരികിൽ എന്തിനു വേണ്ടി എത്ര നേരത്തേക്ക് ഞാൻ വന്നിരിക്കുന്നുവെന്ന് ആലോചിച്ചാൽ നമുക്ക് ആ കുടുംബ പ്രാർത്ഥനയിലെ ഉറക്കം, പള്ളിയിൽ പോയുള്ള ഉറക്കം, അലസതയോടെയുള്ള പെരുമാറ്റം, ദിവ്യകാരുണ്യ സന്നിധിയിൽ വരുന്ന മയക്കം, ഇതൊക്കെ മാറിപ്പോകും. കാരണം ലവ് കോഷ്യൻ്റ് എത്ര കണ്ട് ഉയർന്നു നിൽക്കുന്നുവോ നമുക്കവിടെ സംസാരിക്കാൻ പോലും നേരം കാണത്തില്ല. നമുക്ക് നമ്മുടെ വൈകാരികമായ അവസ്ഥകളെ പങ്കുവയ്ക്കാൻ പോലും നേരം തികയില്ല. അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കണം, അത് ചെന്നെത്തിയാൽ മാത്രം പോരാ, എന്തിന് ചെന്നെത്തിയെന്ന തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ കൂടി നമുക്ക് പറ്റണം. മറ്റൊരു തിരുത്ത് സഹോദരി കൃത്യമായി പറഞ്ഞു. നേർച്ച പോലെ ബൈബിൾ വായിച്ച ജീവിതമാണ് അത്. കൊന്തയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് പാട്ടുപാടുന്നതിന് മുമ്പ് എന്തെങ്കിലും വായിച്ചേക്കാമെന്ന് കരുതി നേർച്ചയിടുന്നത് പോലെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ബൈബിൾ വായിച്ച രീതിയിൽ നിന്ന് ഇപ്പോൾ അനുഭൂതിയായി ഓരോ തവണ ഒരേ വചനഭാഗം വായിക്കുമ്പോൾ പുതിയ ഉണർവുകൾ, ഉൾക്കാഴ്ചകൾ, അർത്ഥതലങ്ങൾ, ദൈവാനുഭവങ്ങൾ അമ്മ മാതാവ് കൈമാറുന്നുവെന്ന് പറയുന്നതിന് കാരണം ഉടമ്പടിയിലാണോ വെളിപ്പെടുത്തലുകൾ കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി ഒരു ചെറിയ കാര്യമല്ല. ഉടമ്പടി ദൈവത്തോടുള്ള വിശ്വസ്തമായ ബന്ധത്തിന് ദൈവം നിരന്തരം കരം പിടിച്ച് കയ്യൊപ്പ് ചാർത്തി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ അത് കോസ്റ്റ്ലിയാണ്, വിലയുള്ളതാണ്. ആ മൂല്യത്തോടു കൂടി കാണുമ്പോൾ നമ്മുടെ ജീവിതം കുറേ കൂടി ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരും. നാം സ്പിരിച്വലി അപ്ലിഫ്റ്റ് ആവും. ദൈവം അനുഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ കാണുവാനും നന്ദിയോടുകൂടി അവിടുത്തെ സന്നിധിയിൽ വ്യാപരിക്കുവാനും നമ്മളെ അവിടുന്ന് സഹായിക്കും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അപൂർവമായ വിജയങ്ങൾക്കും ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.